43 വർഷക്കാലമായി യാത്ര തുടങ്ങിയിട്ട് പക്ഷേ 13 വർഷമായപ്പോഴേക്കും വിരമിക്കേണ്ടി വന്നു ആ കുട്ടി വിമാനത്തിന്. അങ്ങനെ പതുക്കെ അവനെ എല്ലാവരും മറന്നു തുടങ്ങി. ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്തത് കൊണ്ടാകണം സ്വന്തമായി ഇങ്ങനെയൊരു വിമാനമുണ്ടായിരുന്ന കാര്യം എയർ ഇന്ത്യ പോലും ഓർത്തില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് എയർ ഇന്ത്യയെ സ്വന്തമാക്കിയ ടാറ്റയും ഇക്കാര്യം അറിഞ്ഞില്ല. ആരാരും ഓർക്കാതെ വിമാനം ഉറങ്ങിക്കിടന്നത് ഒരു ദശാബ്ദ കാലമാണ്. ഒടുവിൽ വിമാനത്താവള അധികൃതരാണ് ചോദിച്ചത്, ഇതൊന്ന് ഇവിടെ നിന്ന് എടുത്തു മാറ്റാമോ എന്ന്. ആ ചോദ്യം എത്തും വരെ ഇങ്ങനെ ഒരു വിമാനം സ്വന്തമായുള്ള കാര്യം എയർ ഇന്ത്യ ശ്രദ്ധിച്ചിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല. 2022 എയർ ഇന്ത്യയുടെ ഉടമസ്ഥാവകാശം കേന്ദ്ര സർക്കാർ ടാറ്റ ഗ്രൂപ്പിന് കൈമാറുമ്പോഴും രേഖകളിലും മറ്റും ഈ വിമാനത്തെക്കുറിച്ച് പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഈ അടുത്തിടെ വിമാനത്തിന്റെ ഉടമസ്ഥാവകാശം തിരിച്ചറിഞ്ഞ എയർ ഇന്ത്യ അതിനെ വിറ്റഴിച്ചു എന്നൊരു ദേശീയ മാധ്യമമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2012 മുതൽ കൊൽക്കത്ത വിമാനത്താവളത്തിലെ പാർക്കിംഗ് സ്ഥലത്ത് കിടക്കുകയായിരുന്നു ഈ ബോയിങ് 737200 എന്ന വിമാനം. കഴിഞ്ഞ ദിവസം ജീവനക്കാർക്ക് അയച്ച കത്തിൽ എയർ ഇന്ത്യ സിഇഒയും MD-യുമായ കാമ്പൽ വിൽസൺ വിമാനം വിറ്റഴിച്ച കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ വിമാനം എയർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഈ അടുത്ത് മാത്രമാണ് തിരിച്ചറിഞ്ഞതെന്നും കത്തിലുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 1982 ഇന്ത്യൻ എയർലൈൻസ് ഈ വിമാനം സ്വന്തമാക്കുന്നത്. ഇപ്പോൾ 43 വർഷം പിന്നിട്ടു. 1988 അലയൻസ് എയറിന് പാട്ടത്തിന് നൽകിയിരുന്നു. 2007 തിരിച്ചു കിട്ടിയത് മുതൽ ചരക്ക് സർവീസിന് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയിൽ ലയിച്ചു. 2022 ജനുവരിയിൽ എയർ ഇന്ത്യയെ ടാറ്റ സ്വന്തമാക്കി. ജന്മം നൽകിയ ടാറ്റ തറവാട്ടിലേക്ക് എയർ ഇന്ത്യയുടെ മടക്കമായിരുന്നു അത്. 2012 വിമാനം പ്രവർത്തനം അവസാനിപ്പിച്ചു. ഡീകമ്മീഷൻ ചെയ്ത ശേഷം ഇത് കുറച്ചുകാലം ഇന്ത്യ പോസ്റ്റ് ഉപയോഗിച്ചിരുന്നു. സജീവമായിരുന്ന കാലത്ത് VDEHH എന്നായിരുന്നു ഈ കുട്ടി വിമാനത്തിന്റെ രജിസ്ട്രേഷൻ കോഡ്. 100 അടി 2 ഇഞ്ച് അഥവാ 30 മീറ്ററോളം മാത്രമായിരുന്നു ഈ കുഞ്ഞൻ വിമാനത്തിന്റെ നീളം. മറന്നുപോയത് കൊണ്ടാകാം ഈ കുട്ടി വിമാനം കുറച്ചുകാലം അവിടെ തന്നെ തുടർന്നത്. എന്തായാലും എയർപോർട്ട് അധികൃതർ ഇടപെട്ടതോടുകൂടി ഈ കാര്യത്തിൽ തീരുമാനമാവുകയും കുട്ടി വിമാനം വിറ്റുപോവുകയും ചെയ്തു.